എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് ഭീമ ദുര്യോധന ദ്വന്ദ്വ യുദ്ധമാണ്. ആ രണ്ടുപേരും അങ്ങനെ ഘോരം പൊരുതിക്കൊണ്ടേയിരുന്നു. ദുര്യോധനെ പാണ്ഡവർ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വേടന്മാർക്കും അറിയാമായിരുന്നു. അവരുടനെ തന്നെ ഭീമനെ സമീപിച്ച് കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. ഭീമൻ ഉടനെ യുധിഷ്ഠിരനോട് പറഞ്ഞു, ഈ വേടന്മാർ ദുര്യോധനൻ ഇരിക്കുന്ന സ്ഥലം അറിഞ്ഞ് നമ്മളെ അറിയിച്ചിരിക്കുന്നു. ആരെ ഓർത്താണോ അങ്ങ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ ജലം സ്തംഭിപ്പിച്ച് അതിനകത്തിരിക്കുകയാണെന്ന് പറയുകയാണ്. വീണ്ടും യുധിഷ്ഠിരന് വളരെയധികം സന്തോഷമായി ഇത് കേട്ടപ്പോൾ. എല്ലാവർക്കും അത്യധികം സന്തോഷം തോന്നി. കാരണം അവർ കാണാതിരുന്ന, അന്വേഷിച്ചു കൊണ്ടിരുന്ന വ്യക്തിയെ കണ്ടുകിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ബാദരായണ ഹൃദത്തിലേക്ക് പോകാൻ തീരുമാനിച്ച് എല്ലാവരും തേരിൽ കയറി അങ്ങനെ പുറപ്പെടുകയാണ്. കൃഷ്ണൻ്റെയും യുധിഷ്ഠിരൻ്റെയും നേതൃത്വത്തിൽ അർജുനനും ഭീമനും അതുപോലെ മാദ്രിപുത്രന്മാരും ശിഖണ്ഡിയും യുധാമന്യു അതുപോലെ ഉത്തമോജസ് പാഞ്ചാലന്മാർ ദ്രൗപദേയർ ഇവരെല്ലാവരും അശ്വങ്ങളും കുതിരകളും ആനകളും ഒക്കെ എല്ലാമായിട്ട് അങ്ങനെ ഘോഷയാത്രയായിട്ടാണ് പുറപ്പെട്ടത്. അശ്വങ്ങളെന്ന് പറഞ്ഞാൽ കുതിരകൾ തന്നെയാണ് കേട്ടോ, അതൊന്ന് റിപ്പീറ്റ് ചെയ്തു പോയതാണ്. പാണ്ഡവരിങ്ങനെ ഘോഷയാത്രയായിട്ട് വരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ കൃപനും അശ്വത്ഥാമാവും കൃതവർമാവും ദുര്യോധനനോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ അവരവരുടെ നിലയ്ക്ക് പോയി താമസിക്കാനോ അതുപോലെ തന്നെ ദുര്യോധനൻ്റെ സ്ഥിതി ശരിയായിട്ട് അറിയാതെ ഹസ്തിനപുരത്തേക്ക് മടങ്ങാനോ ഇഷ്ടമില്ലാതിരുന്ന ചിലരുണ്ടല്ലോ. അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ലക്ഷ്യമില്ലാതെ വഴിവെക്കി കണ്ട ഒരാൽത്തറമേൽ കയറിയിരുന്നു. അങ്ങനെ യുധിഷ്ഠിരനും സംഘവും അങ്ങനെ തീർത്ഥകരയിലെത്തുകയാണ്. മായാവിദ്യ കൊണ്ട് ജലത്തെ സ്തംഭിപ്പിച്ച് അതിനുള്ളിലാണ് ദുര്യോധനൻ ഇറങ്ങി ഒളിച്ചിരിക്കുന്നത്. അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, കൃഷ്ണ നോക്ക്, ദുര്യോധനൻ ഈ മനുഷ്യരിൽ ഭയമില്ലാതെ ജലസ്തംഭം ചെയ്തിരിക്കുന്നു. ഈ വഞ്ചകനെ ജീവനോടെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. കൃഷ്ണനും തലയാട്ടി സമ്മതിച്ചു അവനെ വിടരുത് എന്ന്. ഉടനെ പറയുകയാണ്, മായാവിയായ ദുര്യോധനനെ കൗശലം പ്രയോഗിച്ച് തന്നെ കൊല്ലണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. ഭഗവാൻ അങ്ങനെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. യുധിഷ്ഠിരൻ വെള്ളത്തിൽ കിടക്കുന്ന ആ ദുര്യോധനെ ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ്, ഉറക്കെ വിളിച്ചു പറഞ്ഞു, നീ കൗരവ ചക്രവർത്തിയല്ലേ? ഉത്തമ ക്ഷത്രിയ വംശത്തിൽ പിറന്നവനല്ലേ? ക്ഷത്രിയധർമ്മം നിനക്കറിയില്ലേ? സഹോദരന്മാരെയും സ്വജനങ്ങളെയും ഗുരുക്കന്മാരെയും എല്ലാം കൊല്ലിച്ചിട്ട് നീ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിച്ചാണോ ഈ വെള്ളത്തിനകത്ത് വന്ന് കിടക്കുന്നത്? നീ വീരനാണ്, ശൂരനാണ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നല്ലോ. നിൻ്റെ പൗരുഷം എവിടെ പോയി? മാനം എവിടെ പോയി? ഇപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഒളിച്ചിരിക്കുന്നത് കുറച്ചിലല്ലേ? വീരനാണെങ്കിലും ശൂരനാണെങ്കിലും എന്താണ് ചെയ്യേണ്ടത്? ശത്രുക്കളെ കണ്ടാൽ ഓടുകയില്ല അവർ. എഴുന്നേൽക്കുക, ആ ക്ഷത്രിയ ധർമ്മം മുൻനിർത്തി പോരാടുക. ഞങ്ങളെ ജയിച്ചിട്ട് നീ രാജ്യം ഭരിച്ചോളൂ, അല്ലെങ്കിൽ ഞങ്ങളാൽ വധിക്കപ്പെട്ട് വീരസ്വർഗം നേടിക്കൊള്ളൂ. ഇങ്ങനെ ദുര്യോധനൻ ഉടനെ ആ ജലത്തിനകത്ത് തന്നെ കിടന്നുകൊണ്ട് ഉത്തരം പറയുകയാണ്, യുധിഷ്ഠിര, ഞാൻ പ്രാണഭയം കൊണ്ട് പേടിച്ചു പോന്നതല്ല. കൂട്ടത്തിലുള്ളവരെല്ലാം ചത്ത് ഒറ്റയായി ഞാൻ ആശ്വസിക്കാൻ പോകുന്നതാണ്. ദ്രോണനും കർണനും പോയി, മുത്തച്ഛൻ വീണു, എൻ്റെ അനുജന്മാരെല്ലാം മരിച്ചു, ബന്ധുക്കളെയെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, ഏകനാണ്. എനിക്ക് സൈന്യങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ ഇല്ല. ഈ സ്ഥിതിക്ക് ആരോട് എന്ത് യുദ്ധമാണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് ഇനിയും യുദ്ധത്തിന് ആശയില്ല. ഈ ഭൂമി മുഴുവൻ നിൻ്റേതായി കഴിഞ്ഞു. നീ അത് യഥേഷ്ടം ഭരിക്കുക. ആൾക്കാരില്ലാത്ത എനിക്ക് ജീവനിലും കൊതിയില്ല. ഉറ്റവരും ഉടയവരില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ഈ മാൻതോലെടുത്ത് കാട്ടിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വളരെ ദയനീയമായിട്ടാണ് ദുര്യോധനൻ ഇങ്ങനെ പറയുന്നത് അല്ലേ. യുധിഷ്ഠിരന് ദയൊന്നും തോന്നിയില്ല. കുറച്ച് പരിഹാസവും ദേഷ്യവും കലർന്ന സ്വരത്തിലാണ് യുധിഷ്ഠിരൻ അതിന് മറുപടി പറയുന്നത്. ഹേ രാജാവേ, ദുര്യോധന, വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടന്ന് നീ ആർത്തപ്രലാപം ചെയ്യാതിരിക്കുക. പക്ഷിനാദം പോലെ നിൻ്റെ വാക്കുകളൊന്നും എൻ്റെ ഉള്ളിൽ തട്ടുന്നില്ല.
നീ തരുന്ന ഭൂമി വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അത് ക്ഷത്രിയ ധർമ്മത്തിന് യോജിച്ചതല്ല. നിന്നെ യുദ്ധത്തിൽ ജയിച്ച് ഭൂമി നേടി ഞാൻ അനുഭവിക്കും. ഈ കുലത്തിൻ്റെ നിലനിൽപ്പോർത്ത് ഞാൻ അന്ന് നിന്നോട് യാചിച്ചു. അതുപോലെ തന്നെ ഞാൻ ഈ കൃഷ്ണനെ, അതായത് വാർഷ്ണേയനെ ഈ ദൂതനായിട്ട് അയച്ചു. അന്ന് ഭൂമി നൽകാതെ നീ നിരസിച്ച് അയച്ചില്ലേ? സൂചി കുത്താൻ സ്ഥലം പോലും തരില്ല എന്നന്ന് പറഞ്ഞില്ലേ? അന്ന് ആ സൂചിത്തുമ്പ് കൊണ്ട് കുത്തിയടയ്ക്കാൻ പോകുന്ന ഭൂമി പോലും തരാൻ തയ്യാറില്ലാതിരുന്ന നീ ഇപ്പോൾ ഭൂമിയൊക്കെ തരുന്നത് എന്തിനാണ്? ആ ഭൂമി നൽകുവാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നും നിൻ്റെ ജീവന് രക്ഷ കിട്ടുവാൻ പോകുന്നില്ല. ഹേ ദുർബുദ്ധിയായ ദുര്യോധന, നിൻ്റെ ജീവൻ ഇപ്പോൾ എൻ്റെ കൈവശമാണ്, എൻ്റെ കയ്യിലാണ്, എൻ്റെ ഈ കൈപ്പിടിക്കകത്താണ്. ഞാൻ ജീവിക്കാൻ പോരുന്നവനാണ്, ഞാൻ ജീവിക്കാൻ ശക്തിയുള്ളവനാണ്. എന്നാൽ നീയോ, നീ ജീവിക്കാൻ ശക്തനുമല്ല. ഒന്നുകിൽ നീ ഞങ്ങളെ പോരിൽ ജയിച്ച് ഭൂമി രക്ഷിക്കണം, നിൻ്റെ ഭൂമിയാണെന്ന് നീ തെളിയിക്കണം, അല്ലെങ്കിൽ മരിച്ചിട്ട് വീരസ്വർഗം പ്രാപിക്കൂ. എഴുന്നേൽക്കുക, യുദ്ധം ചെയ്യുക, വേഗമാകട്ടെ. യുധിഷ്ഠിരൻ്റെ ഈ ആക്ഷേപവാക്കുകൾ അഭിമാനിയായ ദുര്യോധനന് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അവൻ എന്തു ചെയ്തെന്നു? ദുര്യോധനൻ പാണ്ഡവരോട് യുദ്ധത്തിന് ഉറയ്ക്കുകയാണ്. അവൻ തീരുമാനിച്ചു യുദ്ധം ചെയ്യാമെന്ന്. അങ്ങനെ തൻ്റെ കാരിരുമ്പ് കൊണ്ടുണ്ടാക്കിയ ആ ഗദ കയ്യിലെടുത്തു. പാമ്പിനെ പോലെ, അതായത് ദേഷ്യം വന്ന സർപ്പം ചീറ്റുകയില്ലേ, അതുപോലെ ചീറ്റിക്കൊണ്ട് കയത്തിൽ നിന്ന് കരയ്ക്ക് കയറി. ദുര്യോധനൻ്റെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ ഉണ്ടായിരുന്നു. മുറിവിൽ കൂടി അപ്പോഴും രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. ഗദ ചുഴറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു, ഹേ യുധിഷ്ഠിര, എന്നോട് ഓരോരുത്തരായി എതിർക്കുവിൻ. പല വീരന്മാർ ഒരാളിനെ എതിർക്കുന്നത് മര്യാദയല്ലല്ലോ. വിശേഷിച്ചും ഞാൻ ഇപ്പം മുറിവേറ്റ് അവശനുമാണ്. എങ്കിലും എൻ്റെ ധർമ്മവും കീർത്തിയും പാലിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളിൽ ഓരോരുത്തരോടും ഞാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പൊരുതാം. ഗത കൊണ്ട് നിങ്ങളെ ഞാൻ ജയിക്കുന്നതുമാണ്. യുധിഷ്ഠിരൻ: കൊള്ളാം സുയോധന, നിനക്ക് ഈ ബുദ്ധി എവിടെ നിന്നുണ്ടായി? ഏറെ പേർ കൂടി ഒരുത്തനെ എതിർക്കുന്നത് മര്യാദയല്ലെങ്കിൽ പലർ കൂടി അഭിമന്യുവിനെ എതിർത്തതും കൊന്നതും എങ്ങനെ ധർമ്മമാകും? കഷ്ടപ്പെടുമ്പോൾ എല്ലാവരും ധർമ്മത്തെപ്പറ്റി പ്രസംഗിക്കും, അല്ലാത്തപ്പോൾ എല്ലാവിധ അധർമ്മങ്ങളും പ്രവർത്തിക്കും. എടാ ദുര്യോധന, കൂടുതലൊന്നും പറയണ്ട. ചട്ടയിട്ട് മുടിയൊക്കെ കെട്ടിമുറുക്കി യുദ്ധസന്നദ്ധനായിട്ട് നിനക്കിനി യുദ്ധം ചെയ്യാൻ ആവശ്യത്തിന് കോപ്പുകളൊന്നും ഇല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറയൂ, അതെടുത്തോളൂ. അങ്ങനെ നീ ഞങ്ങൾ 5 പേരിൽ ആരോടാണ് പോരാടാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞോളൂ. അവനെ കൊന്നാൽ നിനക്ക് രാജാവാകാം, അതെല്ലാം മരിച്ചാൽ സ്വർഗവും നേടാം. ഉടൻ തന്നെ ദുര്യോധനൻ തൻ്റെ പടച്ചട്ട എടുത്തണിഞ്ഞ് മുടിയൊക്കെ കെട്ടിവെച്ച്, മുടിയിൽ അതുപോലെ തന്നെ മുടിച്ചാർത്തൊക്കെ ധരിച്ച് ദുര്യോധനൻ ആ അവശനിലയിലും വളരെ ഗാംഭീര്യത്തോടെ അങ്ങനെ ശോഭിക്കുകയാണ്. പടച്ചട്ടയൊക്കെ ഇട്ട് ആ മുടിച്ചാർത്തൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഗദയേന്തി പോർക്കളത്തിൽ യുദ്ധസന്നദ്ധനായി നിന്നു. എന്നിട്ട് പാണ്ഡവരോടായിട്ട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഗദയും എടുത്ത് എന്നോട് ഏറ്റുമുട്ടുക. ഞാൻ ആരോട് വേണമെങ്കിലും പൊരുതി ജയിക്കാൻ തയ്യാറാണ്. ഗദായുദ്ധത്തിൽ എന്നോട് തുല്യനായിട്ട് ആരുമില്ല. ഗദയാൽ ആരെയും ഞാൻ കൊല്ലും. എന്നോട് പൊരുതുവാൻ തയ്യാറുള്ളവൻ ഗദ എടുക്കട്ടെ. ഇതെല്ലാം കേട്ടുകൊണ്ട് കൃഷ്ണൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഭഗവാൻ എല്ലാം കാണുകയാണ് അല്ലേ, എല്ലാം കണ്ടറിഞ്ഞു. യുധിഷ്ഠിരൻ്റെ ഈ മൗഢ്യം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം നിരാശയും കോപവും കൊണ്ട് അസ്വസ്ഥനായി കാണപ്പെടുകയാണ്. കൃഷ്ണൻ യുധിഷ്ഠിരനോട് ചോദിച്ചു, രാജാവേ, അങ്ങ് എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിങ്ങളിൽ ഒരാളെ കൊന്നാൽ ദുര്യോധനനെ രാജാവാക്കാമെന്ന് പറഞ്ഞ എന്തൊരു സാഹസമാണ്! ഭവാൻ പണ്ടത്തെ ചൂത് പോലെ ആ ശകുനിയുമായിട്ട് ശകുനിയെ കൊണ്ട് കള്ളച്ചൂത് കളിപ്പിച്ച് എല്ലാം കൈക്കലാക്കിയില്ലേ? അതുപോലെ വേണ്ടാത്തതിന് ഇറങ്ങിയതുപോലെ അന്ന് ചെയ്ത പോലെ തന്നെ ഇപ്പോഴും വേണ്ടാത്ത പണിക്കാണ് അങ്ങ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും ഇതാ ഓരോ വിഷമങ്ങൾ വലിച്ചു കൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു. യുധിഷ്ഠിര, ഈ ദുര്യോധനൻ കഴിഞ്ഞ 13 വർഷങ്ങളായി ഈ ഇരുമ്പ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ഗദായുദ്ധം അഭ്യസിച്ചവനാണ്. അങ്ങനെ ആ ഭീമസേന വധത്തിന് വേണ്ടി മാത്രമാണ് അവനങ്ങനെ ഈ ഗദ കൊണ്ട് അഭ്യാസം പരിശീലിച്ചു വച്ചിരിക്കുന്നത്. എങ്കിലും അവനോട് പൊരുതുവാൻ ഭീമനൊഴികെ മറ്റാരും ഈ ലോകത്തിലില്ല. ഭീമനും അവനെ ജയിക്കുവാൻ വളരെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഭീമൻ ബലവാനും സമർത്ഥനുമാണ്, അത് ശരി തന്നെ. എന്നാൽ ദുര്യോധനൻ വളരെ സമർത്ഥനാണ്, ബലവാനും ആ സാമർഥ്യമുള്ളവനും കൂടി എതിരിട്ടാൽ ആരാണ് ജയിക്കുക?
ഞങ്ങളിൽ ഒരാളെ കൊന്നാൽ നിനക്ക് രാജാവാകാമെന്ന് ശത്രുവിനോട് പറഞ്ഞ വിഡ്ഢിത്തം ഓർക്കുമ്പോൾ നിങ്ങൾ എന്നും കാട്ടിൽ വാഴാനോ ഇതുപോലെ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കാനോ മാത്രം സൃഷ്ടിക്കപ്പെട്ട കൂട്ടരാണെന്നാണല്ലോ തോന്നുന്നത്. ഇങ്ങനെ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പരുഷമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭീമൻ കൃഷ്ണനെ സമാധാനിപ്പിക്കുകയാണ്. അവൻ പറയുക ഇങ്ങനെ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, യദുപുത്ര മധുസൂദന, ഭഗവാൻ ഒട്ടും വിഷമിക്കരുത്. പോരിൽ ഞാൻ ദുര്യോധനെ കൊല്ലും, അങ്ങോട്ടും സംശയിക്കേണ്ട. അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. അങ്ങനെ അനുഗ്രഹിച്ചാലും. കൃഷ്ണൻ്റെ സമാധാനമായി. ഇത് കേട്ടപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറയുകയാണ്, നിൻ്റെ ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. നീയാണല്ലോ ആ ധൃതരാഷ്ട്രരുടെ മക്കളെ എല്ലാം കൊന്നത്. അതിൽ ശേഷിച്ച ദുര്യോധനെയും കൊന്ന് ആ ആഴിചൂഴുന്ന ഊഴിയെ ധർമ്മരാജാവിന് നൽകുക എന്ന് പറഞ്ഞു. ആഴിചൂഴുന്ന ഊഴിയെ എന്ന് പറഞ്ഞാൽ ഹസ്തിനപുരത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. സാത്യകിയും പാഞ്ചാലരും മറ്റുള്ളവരും ഭീമസേനൻ്റെ വാക്കിനെ ബഹുമാനിച്ചു. ഭീമൻ ദുര്യോധനെ കൊല്ലുമെന്ന് തന്നെ അവർ വിശ്വസിക്കുകയാണ്. ഭീമസേനൻ ഉച്ചത്തിൽ ഇങ്ങനെ അട്ടഹസിച്ചിട്ട് ദുര്യോധനെ നോക്കിയിട്ട് ആക്രോശിക്കുകയാണ്. എടാ ദുഷ്ട, നീയും നിൻ്റെ അച്ഛനും സഹോദരന്മാരും ബന്ധുജനങ്ങളും കൂടി ഞങ്ങളെ വളരെയധികം ക്ലേശിപ്പിച്ചു. അന്ധനായ നിൻ്റെ അച്ഛനും കൃതഘ്നൻ, അതായത് നന്ദിയില്ലാത്തവനും പുരുഷാധമനുമായ നീയും മാത്രം ഇപ്പോൾ ശേഷിക്കുന്നു. നിന്നെയും ഇന്ന് ഞാൻ കൊല്ലും, അതിന് യാതൊരു സംശയവുമില്ല. പാണ്ഡവന്മാരും മറ്റുള്ളവരും ഇത് കേട്ട് ആർത്ത് വിളിച്ചു. കൂട്ടം തെറ്റി ആനയെപ്പോലെ ഒറ്റയാനായി നിൽക്കുന്ന ദുര്യോധനൻ ആ ഭീമൻ്റെ പോർവിളിയോ പാണ്ഡവരുടെ ഹർഷാരവമോ കേട്ടിട്ട് അശേഷം പതറിയില്ല. അവൻ കൂസലില്ലാതെ, ഭയമില്ലാതെ, ഒട്ടും ഒരു സങ്കോചമില്ലാതെ, ഒട്ടും ഭയമില്ല, സിംഹം കണക്കെ അങ്ങനെ ഭീമനോട് യുദ്ധം ചെയ്യുകയാണ്, ഗദായുദ്ധം നടത്തുകയാണ്. അതായത് ആനയോടൊരാന എങ്ങനെ ഏറ്റുമുട്ടിയാൽ എങ്ങനെ ഇരിക്കും പരസ്പരം, അതുപോലെ അവർ രണ്ടുപേരും തുല്യ ശക്തികളായി ഏറ്റുമുട്ടിയെന്നർത്ഥം. ഈ അവസരത്തിൽ പെട്ടെന്ന് ബലഭദ്രൻ അങ്ങോട്ട് വരികയാണ്. ബലഭദ്രനെ അറിയാമല്ലോ എല്ലാവർക്കും, ശ്രീകൃഷ്ണ സഹോദരനാണല്ലേ. അപ്പോൾ ബലഭദ്രൻ അവിചാരിതമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. കൗരവ പാണ്ഡവന്മാർ തമ്മിൽ യുദ്ധം നടക്കുമെന്ന് ഉറപ്പായപ്പോൾ ഒരു പക്ഷത്തും കൂടാൻ കഴിയില്ലെന്നാണ് ബലരാമൻ അന്ന് തീരുമാനിച്ചന്ന് തീർത്ഥയാത്ര പോയത്. അങ്ങനെ വളരെയധികം സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് പല പുണ്യതീർത്ഥങ്ങളിലും മുങ്ങി ആ വഴിക്കുണ്ടായിരുന്ന അനവധി താപസന്മാരുടെ ആശ്രമങ്ങളും സന്ദർശിച്ചിട്ട് ഇപ്പോൾ കുരുക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഒരാശ്രമത്തിൽ വിശ്രമിക്കുമ്പോൾ നാരദ മഹർഷി അവിടെ എത്താനിടയായി. അങ്ങനെയാണ് ഈ നാരദ മഹർഷി പറഞ്ഞറിഞ്ഞാണ് കൗരവ പാണ്ഡവ യുദ്ധത്തെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ബലരാമൻ മനസ്സിലാക്കിയത്. കൗരവപക്ഷത്ത് കൃപനും അശ്വത്ഥാമാവും കൃതവർമാവും മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്നും ദുര്യോധനനും ഭീമനും തമ്മിലിപ്പോൾ ഗദായുദ്ധം നടക്കുകയാണെന്നും ഒക്കെ അതിൻ്റെ അവസാനത്തോടുകൂടി മഹാഭാരത യുദ്ധം തന്നെ അവസാനിക്കുമെന്നും നാരദ മഹർഷി ബലഭദ്രനെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. എങ്കിൽ ഈ അവസാനത്തെ യുദ്ധം കണ്ടുകളയാമെന്ന് കരുതിയാണ് ഇപ്പം ബലരാമൻ അവിടെ എത്തിയിരിക്കുന്നത്. കൂടെയുള്ള പരിവാരങ്ങളെല്ലാം ദ്വാരകയിലേക്ക് മടക്കി അയച്ചിട്ട് ബലരാമൻ ഒറ്റയ്ക്കാണ് ഈ കുരുക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഭീമനും ദുര്യോധനനും കൂടി അങ്ങനെ കടുത്ത വാശിയോടെ പകയോടെ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് മഹാസമുദ്രങ്ങളെ ഏറ്റുമുട്ടുന്നത് പോലെ, രണ്ട് പർവ്വതങ്ങൾ ഏറ്റുമുട്ടുന്ന പോലെ, അതായത് തുല്യശക്തികൾ ഏറ്റുമുട്ടുന്നത് പോലെ. എത്രമാത്രം ഘോരമാണ്, എത്രമാത്രം ഭയാനകമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബലരാമൻ ഗദായുദ്ധത്തിൽ അസാമാന്യമായ പ്രാവീണ്യമുള്ളയാളാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ദുര്യോധനെയും ഭീമനെയും അദ്ദേഹം ഗദായുദ്ധം അഭ്യസിപ്പിച്ചിട്ടുമുണ്ട്. തങ്ങളുടെ ആചാര്യനെ ഇങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അവിടെ കണ്ടപ്പോൾ രണ്ടുപേരും ആശ്ചര്യം കൊണ്ട് അങ്ങ് വിടർന്ന കണ്ണുകളോടെ നോക്കി നിന്നുപോയി. രണ്ടുപേരും യുദ്ധം നിർത്തി പെട്ടെന്ന് വന്ന ആചാര്യനെ വന്ദിക്കുകയാണ്. കൃഷ്ണനും യുധിഷ്ഠിരൻ്റെ കൂടെയുള്ളവരും ആ ബലരാമനെ വണങ്ങി വേണ്ട വിധത്തിൽ ഉപചാരങ്ങളൊക്കെ ചെയ്ത് സ്വീകരിച്ചിരുത്തിയാണ്. ആചാര്യനായ ബലഭദ്രൻ്റെ മുന്നിൽ വെച്ച് തങ്ങളുടെ ആ ഗദായുദ്ധ നിപുണത പ്രദർശിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ എന്ന് രണ്ടുപേരും സന്തോഷിച്ചു. രണ്ടുപേരും ശിഷ്യന്മാരാണല്ലോ. അവർ വീണ്ടും യുദ്ധം തുടരാൻ തയ്യാറായി നിന്നു.
ബലരാമൻ അവരോട് പറഞ്ഞു, ഹേ വീരന്മാരെ, നിങ്ങൾ ഇവിടെ വെച്ചല്ല യുദ്ധം ചെയ്യേണ്ടത്. ശരിക്കും കുരുക്ഷേത്രം പുണ്യഭൂമിയാണ്. ത്രൈലോക്യത്തിൽ പ്രസിദ്ധമായ ആ പുണ്യസ്ഥലത്ത് പോരിലേറ്റ് മരിച്ചാൽ സ്വർഗം ശാശ്വതമായി ലഭിക്കും. അതുകൊണ്ട് അവിടെ ചെന്ന് നിങ്ങൾ ദ്വന്ദ്വയുദ്ധം നടത്തുക. എല്ലാവരും അത് സമ്മതിക്കുകയാണ്. അവർ സമന്ത പഞ്ചകത്തിലേക്ക്, അതായത് കുരുക്ഷേത്രത്തിലേക്ക് നടന്നു. 11 അക്ഷൗഹിണിയുടെ നാഥനായിരുന്ന ദുര്യോധനൻ മന്നവന്മാർക്കൊക്കെ ആജ്ഞ നൽകുകയാണ്. ലോകത്തിൻ്റെ നാഥനായുമാണ് സുയോധനൻ, അതായത് ദുര്യോധനെയാണ് സുയോധനൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, അറിയാമെന്ന് കരുതുന്നു. ലക്ഷക്കണക്കിന് തേരുകളുടെ ഉടമയായിരുന്ന ആ ദുര്യോധനൻ ഇന്നിപ്പം അനാഥനെ പോലെ ആരും കൂടെയില്ലാതെ ഗദയും എടുത്ത് കുരുക്ഷേത്രത്തിലേക്ക് അങ്ങനെ നടന്നു പോവുകയാണ്. എത്ര ദയനീയമായ അവസ്ഥയാണ് മനുഷ്യൻ്റെ അവസ്ഥ, അല്ലേ? അങ്ങനെ വളരെ പ്രൗഢിയോടെ വാണിരുന്ന ആ ദുര്യോധനാണ് ഇന്ന് ആരുമില്ലാതെ അനാഥനെ പോലെ ഗദയും എടുത്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ കുരുക്ഷേത്രത്തിലെത്തുന്നു. കൃഷ്ണൻ്റെയും ബലഭദ്രൻ്റെയും പാണ്ഡവരുടെയും പാഞ്ചാലരുടെയും മറ്റു മുന്നിലായി ദുര്യോധനും ഭീമനും അങ്ങനെ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിന്നു. രണ്ടുപേരും തുല്യശക്തികളാണ്, രണ്ടുപേരും സുസമ്മതരായ പോരാളികളുമാണ്. അങ്ങനെ ചിഹ്നം വിളിക്കുന്ന മതയാനകളെ പോലെ, മുക്കറയിടുന്ന കാളക്കൂറ്റന്മാരെ പോലെ, ബലം കൊണ്ട് ഉന്മത്തരായ അസുരന്മാരെ പോലെ അവരിരുവരും അങ്ങനെ ഇളകിക്കൊണ്ടിരുന്നു. ഇതാ ഞാനും ഭീമനും കൂടി യുദ്ധം തുടങ്ങുകയായി എന്ന അഹങ്കാരത്തോടെ ദുര്യോധനൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. തത്സമയത്ത് പലവിധത്തിലുള്ള ദുർനിമിത്തങ്ങൾ കാണുകയുണ്ടായി. ചരൽ കോരി വിതറുന്ന വിധം കൊടുങ്കാറ്റുണ്ടായി. ആകാശം പിളർന്ന് പോവുകയാണോ എന്ന് തോന്നും വണ്ണം കൊള്ളിമൈൻ മിന്നി. രോമാഞ്ചമഞ്ചുന്ന വിധത്തിൽ പലമട്ടി ഇടിവെട്ടി. കാടും നാടും ആടുന്ന വിധത്തിൽ ഭൂമി കുലുങ്ങി. അശരീരമായ ഉഗ്രശബ്ദങ്ങൾ കേട്ടു. ദിക്കാകെ ഇരുട്ടുകൊണ്ട് മൂടി. ദുര്യോധനൻ ഭീമൻ്റെ നേർക്ക് അലറിപ്പാഞ്ഞടുക്കുകയാണ്. ഭീമൻ ഗദയെടുത്തു. വജ്രസമാനങ്ങളായ അവരുടെ ഗദകൾ തമ്മിൽ കൂട്ടിമുട്ടിയ ശബ്ദം ദിക്കുകളെങ്ങും മുഴങ്ങാൻ തുടങ്ങി. അങ്ങനെ സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഈ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ ഭീകരത വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെ ബാലിയും സുഗ്രീവനും എന്ന പോലെയും ശ്രീരാമനും രാവണനും എന്ന പോലെയും ഭീമനും ദുര്യോധനനും തമ്മിൽ അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. മഹാഭാരത യുദ്ധത്തിൻ്റെ അന്ത്യത്തെ കുറിക്കുന്ന ആ യുദ്ധം മനുഷ്യരെന്ന പോലെ ദേവന്മാരും ഉപദേവന്മാരും നിർനിമേഷരായി നോക്കി നിൽക്കുകയാണ്. ഗദായുദ്ധത്തിൽ നിപുണന്മാരായ രണ്ടുപേരും പല രീതിയിലും പോരാടി. പ്രഹരം, ഒഴിഞ്ഞു പോകൽ, തടുക്കൽ, പിന്മാറൽ, പിന്നോട്ട് ചുറ്റൽ, മുൻചുറ്റൽ, പിൻചാട്ടം, മുൻചാട്ടം, അങ്ങനെ തുടങ്ങി ഗദായുദ്ധത്തിലെ നാനാവിധത്തിലുള്ള അടവുകളെല്ലാം ഇവർ രണ്ടുപേരും പയറ്റി നോക്കുന്നുണ്ട്. വട്ടത്തിൽ ചുറ്റിയും മുന്നോട്ട് കുതിച്ചും പിന്നോക്കം വാങ്ങിയും ആടിച്ചും തടുത്തും വീശിയും ഉച്ചത്തിൽ അട്ടഹസിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വീരവാദങ്ങൾ പറയുന്നുമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അവരങ്ങനെ ദ്വന്ദ്വയുദ്ധം ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. കണ്ടു നിൽക്കുന്നവർക്കും നല്ല രസകരമായിരുന്നു, രോമാഞ്ചജനകമായിരുന്നു. രണ്ടുപേരും അന്യോന്യം ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ ഗദ കൊണ്ട് തടുക്കുന്നുണ്ടായിരുന്നെങ്കിലും ചിലപ്പോൾ ഗദ രണ്ടുപേരുടെയും ശരീരത്തിലും കൊള്ളുന്നുണ്ടായിരുന്നു. അവരുടെ ശരീരത്തിൽ നിന്ന് ചോരയൊലിക്കുന്നുമുണ്ടായിരുന്നു. രണ്ടുപേരും രക്തത്തിൽ കുളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ദുര്യോധനൻ ഭീമൻ്റെ നേരെ പാഞ്ഞു എന്ന് ഗദ കൊണ്ടടിച്ചപ്പോൾ ആ ഭീമൻ തൻ്റെ ഗദ കൊണ്ട് അത് തടുത്തു. രണ്ട് ഗദകളും കൂട്ടിമുട്ടി തീ മാറി. അവർ വീണ്ടും ഇങ്ങനെ ഘോരം പൊരുതിക്കൊണ്ടിരുന്നു. ദുര്യോധനൻ ഒരു സമയത്ത് ഗദ കൊണ്ടടിച്ചത് ഭീമൻ്റെ തലയ്ക്ക് തന്നെ ഏൽക്കുകയും ചെയ്തു. എങ്കിലും ഭീമൻ കുലുങ്ങിയില്ല. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ദുര്യോധനനെ തിരിച്ചു പ്രഹരിച്ചു. ഇതുകൊണ്ട് പാണ്ഡവരും പാഞ്ചാലരും ഭീമനെ പുകഴ്ത്തിക്കൊണ്ട് ആർത്ത് വിളിച്ചു. ദുര്യോധനന് ലേശം പോലും പരിഭ്രമം ഉണ്ടായില്ല. ദുര്യോധനനെ പുകഴ്ത്താനും ആർത്ത് വിളിക്കാനും ദുര്യോധനപക്ഷത്ത് ആരുമില്ല. എന്നിട്ടും കുലുക്കമൊന്നും ഉണ്ടായില്ല. അവൻ ശക്തിയായി ഭീമനെ അടിക്കുകയാണ്. ഒരടിയേറ്റ് ഭീമൻ മുട്ടുകുത്തി താഴെ വീഴുകയാണ്. ഇത് കണ്ട് യുധിഷ്ഠിരപക്ഷത്തുള്ളവർ പരിഭ്രാന്തരായി. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഭീമൻ ചാടി എണീറ്റ് ദുര്യോധനനെ പ്രഹരിക്കാൻ ആരംഭിച്ചു. ദുര്യോധനനും 1-2 പ്രാവശ്യം ഭീമൻ്റെ പ്രഹരമേറ്റി ഭൂമിയിൽ ഇരുന്നു പോയി. എങ്കിലും അവനും പെട്ടെന്ന് തന്നെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ചാടി എഴുന്നേറ്റ് ആഞ്ഞാഞ്ഞടിച്ചുകൊണ്ടിരുന്നു ഭീമൻ്റെ മേലെ. ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ.
ഇങ്ങനെ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അർജുനൻ ഈ അവസരത്തിൽ കൃഷ്ണനോട് ചോദിക്കുകയാണ്, മധുസൂദന, ഇവരിൽ ആരാണ് ബലവാനായ യോദ്ധാവ്? ഭവാന്റെ അഭിപ്രായം എന്താണ്? ആർക്ക് എന്ത് ഗുണം കൂടും? ജനാർദ്ദന, അവിടുന്ന് പറയൂ. കൃഷ്ണൻ ഉടനെ പറഞ്ഞു, അഭ്യാസബലം രണ്ടുപേർക്കും തുല്യമാണ്. ഭീമൻ ശക്തി കൂടിയവനാണ്, എന്നാൽ ദുര്യോധനൻ ഭീമനേക്കാൾ സമർത്ഥനാണ്. വളരെ രസകരമായ ഉത്തരമാണ് അല്ലേ? ഈ ഘോരമായ യുദ്ധം ഇപ്പോൾ ഒരേ ഒരുത്തൻ്റെ ജയത്തിൻ്റെയോ തോൽവിയുടെയോ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കാൻ പോവുകയാണ്. ദുര്യോധനനെ ഗദായുദ്ധത്തിന് അനുവദിച്ചത് യുധിഷ്ഠിരൻ്റെ മൗഢ്യം കൊണ്ടാണ്. ദുര്യോധനൻ ജയിച്ചാൽ അവൻ രാജാവായിത്തീരും. നിങ്ങളെല്ലാം വീണ്ടും കാട്ടിലേക്ക് പോകേണ്ടിയും വരും. ദുര്യോധനൻ ജീവനിൽ കൊതിയില്ലാതെയാണ് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെയുള്ളവനെ തോൽപ്പിക്കാൻ സുരേന്ദ്രന് പോലും സാധ്യമല്ല, സാക്ഷാൽ ഇന്ദ്രന് പോലും സാധ്യമല്ല. ആകയാൽ ധർമ്മയുദ്ധത്തിൽ ഭീമൻ ദുര്യോധനനെ ജയിക്കുകയില്ല. കള്ളവും വഞ്ചനയും കാണിക്കാതെ ദുര്യോധനനെ കൊല്ലാൻ കഴിയുകയുമില്ല. ദുര്യോധനൻ്റെ തുട തല്ലിപ്പൊളിക്കുമെന്ന് ഭീമൻ അന്ന് ചൂതാട്ട സമയത്ത് ശപഥം ചെയ്തിട്ടുണ്ടല്ലോ. ഭീമൻ ആ ശപഥം നിറവേറ്റിയാൽ മതി. മായാവിയായ ദുര്യോധനനെ മായയാൽ തന്നെ കൊല്ലട്ടെ. ഇത് കേട്ടപ്പോൾ അർജുനൻ തൻ്റെ ഇടത്തെ തുടമേൽ ഭീമൻ കാണത്തക്കവണ്ണം 2-3 പ്രാവശ്യം തട്ടി. അർജുനൻ്റെ സൂചന ഭീമന് മനസ്സിലാവുകയാണ്. അങ്ങനെ ദുര്യോധന തുട തല്ലിപ്പൊളിക്കാനുള്ള ഒരു സൂചന ആരും അറിയാതെ അർജുനൻ ഭീമന് കൊടുക്കുകയാണ്. ഇങ്ങനെ ദ്വന്ദ്വയുദ്ധം ഇങ്ങനെ ഭയങ്കരമായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു സൂചന കിട്ടുന്നത്. രണ്ടുപേരും അട്ടഹസിച്ച് ബോധം നശിച്ച മട്ടിലാണ് യുദ്ധം ചെയ്യുന്നത്. ആഞ്ഞടിക്കുകയാണ് രണ്ടുപേരും ഗദ കൊണ്ട്. ഈ ഭീമൻ ദുര്യോധനൻ്റെ നേർക്ക് ഏറ്റവും ശക്തിയോടെ തന്നെ ഗദ വീശി. ദുര്യോധനൻ വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ഗദ ഭൂമിയിലാണ് പതിച്ചത്. പക്ഷേ ഉടനെ തന്നെ ആ ഭീമൻ്റെ പ്രഹരത്തിൽ നിന്ന് ഒഴിയാനായിട്ട് ദുര്യോധനൻ ഭൂമിയിൽ നിന്ന് മേലോട്ട് കുതിച്ചു ചാടി. ആ തക്കം നോക്കി ഭീമൻ ദുര്യോധനൻ്റെ ഇടത്തെ തുടയ്ക്ക് തന്നെ ആഞ്ഞടിക്കുകയാണ്. ഗദായുദ്ധത്തിൽ അരയ്ക്ക് താഴോട്ട് പ്രഹരിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. പക്ഷെ കുതിച്ചു മുകളിലേക്ക് ചാടിയത് കൊണ്ട് കറക്റ്റ് അരയ്ക്ക് താഴെ തുടമേൽ പതിക്കുകയാണ് ഗദാപ്രഹരം. ആ ഭീമൻ വലിയ ശക്തിയോടെ തന്നെ വീശിയ ആ പ്രഹരം തുടയിൽ കൊണ്ട് തുട പൊട്ടിച്ചിതറി രക്തപ്രവാഹത്തോടെ ദുര്യോധനൻ നിലത്ത് വീഴുകയാണ്. അങ്ങനെ ദുര്യോധനൻ നിലത്ത് ഭൂമിയിൽ പതിച്ചപ്പോൾ ഭൂമി ആകെ കുലുങ്ങി. അങ്ങനെ ഭീമൻ അന്തരീക്ഷം നടുങ്ങുമാർ അട്ടഹസിച്ചു. അവിടെയുള്ള എല്ലാവരും ഉച്ചത്തിൽ ആർത്തു വിളിക്കുകയാണ്. ജയവും തോൽവിയും നിർണ്ണയിക്കുന്ന യുദ്ധമാണല്ലോ. അങ്ങനെ ശേഷിച്ച ദുര്യോധനൻ്റെ പതനത്തോടെ കൗരവ സാമ്രാജ്യത്തിൻ്റെ പതനം പൂർത്തിയാവുകയാണ്. അപ്പോഴേക്കും സൂര്യനും അസ്തമിച്ചിരുന്നു. യുദ്ധം കാണാൻ വന്ന ഗന്ധർവന്മാരും ദേവന്മാരും എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ദുര്യോധനെ അടിച്ചു വീഴ്ത്തിയിട്ടും ദേഷ്യം നിൽക്കുന്നില്ല. ആ ദേഷ്യം ശമിക്കാതെ ഭീമൻ വീണ് കിടക്കുന്ന ദുര്യോധനൻ്റെ ശിരസിൽ തൻ്റെ കാലുകൊണ്ട് ചവിട്ടുകയും പുറംകാലുകൊണ്ട് തട്ടുകയും ഒക്കെ ചെയ്യുകയാണ്. ദുര്യോധനൻ പാണ്ഡവന്മാരോടും പാഞ്ചാലിയോടും കാണിച്ച ആ ക്രൂര കൃത്യങ്ങളെല്ലാം ഒന്നൊന്നായി പറയുകയും ഇപ്പോൾ അതിനെല്ലാം പകരം വീട്ടിയതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. ഭീമൻ പറഞ്ഞു, ഞങ്ങൾക്ക് ചതിയോ വഞ്ചനയോ ഒന്നും അറിയില്ല, ചൂതുകളിയും അറിയില്ല. കയ്യൂക്ക് കൊണ്ടാണ് നിങ്ങളെയൊക്കെ കൊന്നത്. ഞങ്ങൾക്ക് സ്വർഗമോ തരകമോ എന്ത് വേണമെങ്കിലും ലഭിക്കട്ടെ. ഏതായാലും എൻ്റെ പ്രതിജ്ഞ ഞാൻ നിറവേറ്റി. നിൻ്റെ തുട തല്ലിപ്പൊളിക്കുമെന്ന് ഞാൻ അന്ന് ശപഥം ചെയ്തു. അത് ഞാൻ നിറവേറ്റിയിരിക്കുകയാണ്. എനിക്ക് അത്രയും മതി. ഞാൻ കൃതാർത്ഥനാണ്. ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും ദുര്യോധനെ തലയിൽ ചവിട്ടി താത്തുകയാണ്. അപ്പോൾ വേഗം ഭീമനെ അതിൽ നിന്ന് തടഞ്ഞു യുധിഷ്ഠിരൻ. ഭീമ, നല്ലതോ ചീത്തതോ ചെയ്തത് നീ വൈരത്തിൻ്റെ പുറത്ത്. നീ കടം വീട്ടിയല്ലോ, നിൻ്റെ പ്രതിജ്ഞയും നീ നിറവേറ്റി. ഇനിയും നീ അടങ്ങ്. എൻ്റെ തലയ്ക്ക് ചവിട്ടരുത്. അവൻ രാജാവാണ്, നമ്മുടെ ബന്ധുവാണ്. നീ ചെയ്തത് ന്യായമായില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മപുത്രൻ പറയുകയാണ്. വീണ്ടും അവൻ്റെ തുടയിലടിച്ചുകൊണ്ട് ബലരാമൻ കഠിനമായി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്, എന്താണ് കാണിച്ചത്? നാഭിക്ക് താഴെ അടിക്കാൻ പാടുണ്ടോ? ഗദായുദ്ധത്തിൽ നാഭിക്ക് താഴെ അടിക്കരുതെന്നാണല്ലോ ശാസ്ത്രവിധി. മൂഢനായ ഭീമ, മൃഗോദര, നീ തോന്നിയാസമല്ലേ കാണിച്ചത് എന്ന് ബലരാമൻ ചോദിച്ചു. അപ്പോൾ ആ ബലരാമൻ ചാടി എഴുന്നേൽക്കുകയാണ്. തൻ്റെ കയ്യിൽ തൻ്റെ ആയുധം കലപ്പയാണല്ലോ. അദ്ദേഹം കലപ്പ എടുത്തുകൊണ്ട് ഭീമൻ്റെ നേരെ പാഞ്ഞു ചെന്നു. പക്ഷേ
കൃഷ്ണൻ പെട്ടെന്ന് ബലരാമനെ തടയുകയാണ്. കൃഷ്ണൻ വളരെ വിനയാന്വിതനായിട്ട് ജ്യേഷ്ഠനോട് പറയുകയാണ്, ജ്യേഷ്ഠ അങ്ങ് ശാന്തനായി ചിന്തിക്കുക. നമുക്ക് സഹജമിത്രങ്ങളാണ് പാണ്ഡവർ. അപ്പം നമ്മുടെ അച്ഛൻമങ്ങളുടെ മക്കളുമാണ്. അവർ ഈ കൗരവന്മാരാൽ വഞ്ചിക്കപ്പെട്ടവരാണ്. ക്ഷത്രിയൻ്റെ ധർമ്മം സത്യത്തെ രക്ഷിക്കുക എന്നല്ലേ. ഗതയാൽ ഭീമൻ ദുര്യോധൻ്റെ തുട ഖണ്ഡിക്കട്ടെ എന്ന് പണ്ട് മൈത്രേയ മഹർഷി ശപിച്ചിട്ടുണ്ട്. ഭീമൻ്റെ പ്രവൃത്തിയിൽ ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അങ്ങ് ദേഷ്യമെല്ലാം ശമിപ്പിച്ച് ശാന്തനാകൂ എന്ന് പറഞ്ഞു. ബലരാമൻ അതത്ര ഇഷ്ടപ്പെട്ടില്ല കൃഷ്ണൻ്റെ ഉപദേശമൊന്നും. ഹേ ഗോവിന്ദ, നീ എന്നോട് എന്ത് പറഞ്ഞാലും ഭീമൻ ചെയ്തത് തെറ്റായിപ്പോയി. ധർമ്മം എന്ന് പറയുന്നത് സത്തുക്കൾ ചെയ്യുന്ന കർമ്മമാണ്. അധർമ്മം ചെയ്യാൻ പാടുണ്ടോ? കൃഷ്ണൻ വീണ്ടും പറഞ്ഞു ബലരാമനോട്, ഭവാൻ ധർമ്മബുദ്ധിയല്ലേ, എപ്പോഴും ധർമ്മവത്സലനുമാണ്. അങ്ങിങ്ങനെ കോപിക്കുന്നത് ശരിയാണോ? കലിയുഗം വന്നു കഴിഞ്ഞു. ദുര്യോധനൻ്റെ തുട തച്ചു പൊളിക്കുമെന്ന് ഭീമൻ പണ്ട് ശപഥം ചെയ്തിട്ടുണ്ട്. അവൻ്റെ ശപഥം നിറവേറ്റട്ടെ. ഇത് കേട്ടിട്ടും ബലരാമനൊട്ടും സംതൃപ്തനായില്ല. അദ്ദേഹം ആ ദേഷ്യത്തോടെ തന്നെ പറയുകയാണ്, ദുര്യോധനനെ അധർമ്മത്താൽ കൊന്ന കപട യോദ്ധാവെന്ന പേര് ഭീമൻ സമ്പാദിച്ചിരിക്കുന്നു. യുദ്ധം ദീക്ഷിച്ച് പടക്കളത്തിൽ യുദ്ധയജ്ഞം നടത്തി ശത്രുതിഹിയിൽ സ്വന്തം ദേഹത്തെ ആഹൂതി ചെയ്ത് ദുര്യോധനൻ കീർത്തിമാനായി. ധർമ്മശീലനായ അവൻ വീരസ്വർഗം പ്രാപിക്കും. ഉടനെ തന്നെ ബലരാമൻ തൻ്റെ തേരിൽ കയറി ദ്വാരകയിലേക്ക് പോവുകയും ചെയ്തു. ഈ പാഞ്ചാല രാജാക്കന്മാരും മറ്റുള്ളവരും ഭീമൻ്റെ ചുറ്റിനും കൂടി എല്ലാവരും ഭീമനെ എങ്ങനെ പുകഴ്ത്തുകയാണ്. ദുര്യോധനനെ വീഴ്ത്തുകയും തലയിൽ ചവിട്ടുകയും ചെയ്തതിൽ അവർ അനുമോദിക്കുകയാണ് ഭീമനെ. എല്ലാം കണ്ടും കേട്ട് നിന്ന ശ്രീകൃഷ്ണൻ പറഞ്ഞു, ദുര്യോധനനെ വീഴ്ത്തിയത് നല്ലത് തന്നെ, പക്ഷെ അവൻ്റെ തലയിൽ കാലുവെച്ചത് ശരിയായില്ല. അത് ചെയ്യേണ്ടിയിരുന്നില്ല. രാജാക്കന്മാർ കൊന്ന ശത്രുവിനെ വീണ്ടും കൊല്ലുന്നത് ന്യായമല്ല. എപ്പോൾ അവൻ സുഹൃത്തുക്കളുടെ മൊഴി തള്ളിക്കളഞ്ഞുവോ അപ്പോൾ ഈ പാപി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭീമനും അതുപോലെ തന്നെ ബന്ധുക്കളായ മുത്തച്ഛനായ ഭീഷ്മൻ, ആചാര്യനായ ദ്രോണൻ, കൃപൻ, വിതുരൻ എത്രയോ പ്രാവശ്യം ഇവനെ ഉപദേശിച്ചു. എന്നിട്ടും ഇവൻ പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ട ഭൂമി കൊടുത്തില്ലല്ലോ. ഇവൻ പുരുഷാധമൻ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. കൃഷ്ണൻ്റെ ആക്ഷേപവാക്കുകൾ ഈ മരിക്കാറായി കിടക്കുന്ന ദുര്യോധനൻ കേൾക്കുകയാണ്. അമർഷത്തോടെ അവൻ തലപൊക്കി നിലത്ത് കൈകളൂന്നി പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരിക്കുകയാണ്. എന്നിട്ട് ആ പ്രാണൻ പോകുന്ന കടുത്ത വേദനയ്ക്കിടയിലും അവൻ വളരെ ദേഷ്യത്തോടെ കൃഷ്ണനെ നോക്കി പറഞ്ഞു, എടാ കംസദാസൻ്റെ മോനെ, നിനക്ക് നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ. എൻ്റെ തുടയിൽ തല്ലാൻ വേണ്ടി അർജുനനെ കൊണ്ട് നീ ഭീമന് സൂചന കൊടുപ്പിച്ചത് ഞാൻ കണ്ടില്ലെന്നാണോ നിൻ്റെ വിചാരം? സത്യയുദ്ധം ചെയ്ത രാജാക്കന്മാരെ ചതിവിദ്യകൾ ചെയ്തല്ലേ നീ തോൽപ്പിച്ചത്? വീരനായ ഭീഷ്മനെ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി വീഴ്ത്തിയത് നീയല്ലേ? യുധിഷ്ഠിരനെ കൊണ്ട് കള്ളം പറയിച്ച് ദ്രോണനെ കൊണ്ട് ആയുധം വയ്പ്പിച്ചത് നീയല്ലേ? യോഗസ്ഥനായ ദ്രോണനെ ധൃഷ്ടദ്യുമ്നൻ കൊന്നത് നീ നോക്കി നിന്നില്ലേ? കൈമുറിഞ്ഞ് പ്രായോപവേശം ചെയ്ത ആ ഭൂരിശ്രവസിനെ സാത്യകിയെ കൊണ്ട് കൊല്ലിച്ചത് നീയല്ലേ? നിരായുധനായി തേർചക്രം പൊക്കുന്ന സമയത്തല്ലേ കർണനെ കൊല്ലാൻ അർജുനനെ നീ പ്രേരിപ്പിച്ചത്? ഇതൊക്കെയായിട്ടും നീ യോഗ്യത പറയുന്നു, നാണം കെട്ടവനെ. ഇത് കേട്ട് വാസുദേവനായ ആ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഹേ ഗാന്ധാരി പുത്ര, നീ പാപമാർഗത്തിൽ കൂടിയാണ് ചരിച്ചത്. തന്മൂലം നീ നിൻ്റെ സഹോദരങ്ങളോടും സുതന്മാരോടും കൂട്ടുകാരോടും എല്ലാവരോടും കൂടി നശിക്കുകയാണ് ചെയ്തത്. നിൻ്റെ പാപം കൊണ്ടാണ് ഭീഷ്മദ്രോണാദികൾ വീണത്. കർണൻ മരിച്ചതും അതുകൊണ്ട് തന്നെയാണ്. നീ ഇപ്പോൾ ഇങ്ങനെ മരണാസന്നനായി കിടക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല, നിൻ്റെ കർമ്മഫലം തന്നെ. ഗുരുക്കന്മാരുടെ ഉപദേശം നീ കേട്ടില്ല, നീ വൃദ്ധന്മാരെ ഉപാസിച്ചിട്ടില്ല, അവരുടെ ഹിതത്തെ നീ ആദരിച്ചിട്ടില്ല. ലോഭത്തിനും തൃഷ്ണയ്ക്കും അടിമയായി നീ പല കാര്യങ്ങളും ചെയ്തു. അതിൻ്റെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഏതേത് അന്യായം ഞങ്ങൾ ചെയ്തതായി നീ പറയുന്നുവോ അതൊക്കെ നിൻ്റെ ദുഷ്ടത കൊണ്ട് ചെയ്തതാണ്. ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ്റെ കോപം ഒന്നുകൂടി പതഞ്ഞു പൊങ്ങി. അവൻ പറഞ്ഞു, ലജ്ജയില്ലാത്ത യാദവ, ഞാൻ എന്ത് കാര്യം ചെയ്തെന്നാണ് നീ പറയുന്നത്? പൗരുഷം കൊണ്ടും ആജ്ഞാശക്തി കൊണ്ടും ഞാൻ ഭൂമിയെ തന്നെ അടക്കി വാണു. ഈ മനുഷ്യന്
അനുഭവിക്കാൻ കഴിയുന്ന എല്ലാ സുഖങ്ങളും ഞാൻ സുഭിക്ഷമായി അനുഭവിച്ചു. നല്ലവണ്ണം അധ്യയനം ചെയ്തു, ധാരാളം ദാനം ചെയ്തു. സ്വധർമ്മം നോക്കുന്ന രാജാക്കന്മാർക്ക് എപ്രകാരമുള്ള മരണമാണോ ശ്രേഷ്ഠമായി കണക്കാക്കുന്നത്, അപ്രകാരമുള്ള ഒരു അന്ത്യം തന്നെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ശത്രുവിനോട് ധീരമായി പോരാടി ഞാൻ നിലംപതിച്ചു. ഇത്ര ഉത്തമമായ ഒരന്ത്യം ഏത് രാജാവിനാണ് ലഭിക്കുക? ഹേ കൃഷ്ണ, ഞാൻ എൻ്റെ സഹോദരന്മാരോടുകൂടി സ്വർഗത്തിൽ സുഖിക്കും. നിങ്ങളെല്ലാം ആശകെട്ട് ദുഃഖിച്ച് നാളുകൾ കഴിച്ചു കൂട്ടും. ധീരനായ സുയോധനൻ ഇത് പറഞ്ഞു തീർന്നപ്പോൾ ആകാശത്ത് നിന്ന് സുഗന്ധ പുഷ്പങ്ങൾ അവൻ്റെ മേൽ വന്ന് പതിച്ചു. അതായത് പുഷ്പവൃഷ്ടിയുണ്ടായി. അങ്ങനെ ആ സുഗന്ധം പരത്തുന്ന ആ പുഷ്പവൃഷ്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ കാറ്റ് വീശി ആ സുഗന്ധം എല്ലായിടത്തും പരക്കുകയാണ്. അതുപോലെ ദേവന്മാർ വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി, അപ്സരസ്സുകൾ ദുര്യോധനനെ പ്രകീർത്തിച്ച് പാട്ടുപാടി നൃത്തം ചെയ്തു. അങ്ങനെ നാലു ചുറ്റും പ്രകാശം പരക്കുകയാണ്. ദുര്യോധനെ ദേവന്മാർ പൂജിച്ചത് കണ്ട് പാണ്ഡവന്മാർ പോലും ലജ്ജിച്ചു പോയി എന്നാണ് പറയുന്നത്. ഭീഷ്മനെയും ദ്രോണനെയും കർണനെയും ഭൂരിശ്രവസിനെയും അധർമ്മത്താൽ കൊന്നതായി ദുര്യോധനൻ പറഞ്ഞത് കേട്ട് അവർ ആർത്തരായി മാറി. അങ്ങനെ യുധിഷ്ഠിരനും പരിവാരങ്ങളും അങ്ങനെ വളരെ പാരവശ്യത്തോടുകൂടി ദുഃഖത്തോടുകൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ സഹതാപമാണ് കൃഷ്ണന് തോന്നിയത്. അദ്ദേഹം പറഞ്ഞു, ചതിയാലല്ലേ ഞങ്ങൾ ഈ ശത്രുവിനെ കൊന്നത്. അങ്ങനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. ഭീഷ്മദ്രോണാദികളെ ന്യായമായ പോരിൽ കൊല്ലുവാൻ ഒരിക്കലും സാധ്യമല്ല. അതുപോലെ ഗദാപാണിയായ ഈ ധാർത്തരാഷ്ട്രനായ ഈ ദുര്യോധനനെ ധർമ്മയുദ്ധത്തിൽ നിങ്ങൾക്ക് ആർക്കും ജയിക്കുവാൻ കഴിയുകയില്ല. തന്മൂലം നാനാവിധത്തിലുള്ള ഉപായങ്ങൾ പ്രയോഗിച്ച് നിങ്ങളുടെ ഹിതത്തിന് വേണ്ടിയാണ് ഞാൻ അവരെല്ലാം കൊല്ലിച്ചത്. ഈ കുടിലത ഞാൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എവിടെ ജയം? നിങ്ങളെങ്ങനെ ജയിക്കും? നിങ്ങൾക്കെവിടെ രാജ്യം? എവിടെ ധനം? ഇങ്ങനെ വമ്പന്മാരായ പല ശത്രുക്കളും ഉപായം കൊണ്ട് വധിക്കപ്പെട്ടവരാണ്. ഇത് പണ്ട് ദേവകൾ ദാനവന്മാരെ കൊല്ലുവാൻ സ്വീകരിച്ച മാർഗമാണ്. ഏത് വിധേനയും നമ്മൾ ധർമ്മത്തെ സംരക്ഷിക്കണം. സജ്ജനങ്ങൾ പോകുന്ന വഴിയെ എല്ലാവരും പോകണം. അങ്ങനെ നാം കൃതാർത്ഥരാകണം. അതുകൊണ്ട് നിങ്ങളുടെ ഈ വൈക്ലഭ്യമെല്ലാം കളഞ്ഞ് സന്തോഷമായിട്ടിരിക്കുക. ഇത് ദുഃഖിക്കാനുള്ള അവസരമല്ല. നമുക്ക് നമ്മളുടെ ശിബിരങ്ങളിലേക്ക് പോയി വിശ്രമിക്കാമെന്ന് പറഞ്ഞ് ഈ ശ്രീകൃഷ്ണൻ അവരെയെല്ലാം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് നയിക്കുകയാണ്. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു.